ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് 111ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിൽ പലർക്കും മാനിഫെസ്റ്റേഷൻ എന്നും ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണയായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഇത് ശരിക്കും വർക്കാവുമോ എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കിതുവരെ റിസൾട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്നൊക്കെ ആലോചിക്കാറുണ്ടല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പേഴ്സണലി പലതവണ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു മെത്തേഡിനെ കുറിച്ചിട്ടാണ്. ഒരു സിമ്പിൾ സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ്. ഇന്നത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഞാൻ പലപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തപ്പോഴൊക്കെ എനിക്ക് ഒരു കംപ്ലീറ്റ് വർക്കായി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷനിലെ തുടക്കക്കാർക്കും ഇതൊക്കെ വർക്കാകുമോ എന്നൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുന്നവർക്കും, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ മാനിഫെസ്റ്റേഷൻ എക്സ്പീരിയൻസ് ഒക്കെ തേടുന്നവർക്കും, അല്ലെങ്കിൽ ചിലർക്ക് ഈ പ്രൂവ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സിനെ തേടി അത് കണ്ട് അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ മെത്തേഡ് വളരെയധികം ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നി. കാരണം എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു ജേണിയുടെ ഒരു ഏർലി സ്റ്റേജിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുകയും കുറേ തവണ യൂസ് ചെയ്യുകയും മാത്രമല്ല നമുക്കുള്ളിൽ ഒരു വിശ്വാസമൊക്കെ ശക്തമാക്കാനൊക്കെ സഹായിച്ച വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പം മിക്ക ആളുകൾക്കും ഒക്കെ അറിയാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. കാരണം അത്രയും ആളുകൾക്ക് ട്രസ്റ്റ് ഉള്ള ഒരു വിശ്വാസമുള്ള ഒരു മെത്തേഡ് കൂടിയാണ് 369 സ്ക്രിപ്റ്റിംഗ് മെത്തേഡ്. ഇന്നിപ്പോൾ 369 ഞാൻ എങ്ങനെയായിരുന്നു യൂസ് ചെയ്തിരുന്നതെന്നും ഒപ്പം എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഇമോഷണലി ഒരു എക്സോസ്റ്റഡ് ആയിരിക്കുകയാണ്, ഓവർ തിങ്കിങ്ങോ എന്തെങ്കിലും വിഷമോ ദേഷ്യമോ അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലതല്ലാത്തൊരു മൂഡിലോ ആ ഒരു ഫീലിലോ ഒക്കെ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഒരിക്കലും ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും ഡയറക്റ്റ്ലി പോയി ചെയ്യാൻ നിൽക്കരുത്. കാരണം നമുക്ക് ആദ്യം നമ്മളെ മൈൻഡിനെ ഒന്ന് ഹീൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരുപാട് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന അവസരങ്ങളിൽ ഇനി എത്ര പവർഫുള്ളാണ് പ്രൂവ്ഡ് ആണെന്ന് പറഞ്ഞിട്ടും ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും ചിലപ്പോൾ വർക്കാവില്ല. നമ്മളുടെ മൈൻഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ബിലീവ് ഒക്കെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് തന്നെ സിമ്പിളായിട്ട് ഓരോരോ ഹീലിംഗ് പ്രാക്ടീസസുകൾ ചെയ്യാം. ഇപ്പോൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം, അല്ലെങ്കിൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം, ചെറിയ ചെറിയ മെഡിറ്റേഷൻസുകൾ, റിലാക്സിങ് മ്യൂസിക്കുകൾ, അതെല്ലാം ഇപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നത് ആ ടൂൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മൈൻഡ് നന്നായിട്ടൊന്ന് റിലാക്സ് ഒക്കെ ആക്കിയിട്ട് മാത്രമേ നമ്മളൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ട്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത് നോക്കാം. 369 എന്നത് ഒരുപാട് പേർക്കും അറിയാവുന്നതാണ്. ടെസ്ല നമ്പറാണ് അല്ലേ, വേൾഡ് വൈഡ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നമ്പറാണ് ഇത്. ഇറ്റ് സെൽഫ് ക്യാരി ആൻ എനർജി എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു നമ്പർ കൂടിയാണ് ഈ 369. ഒരു മാജിക്കൽ നമ്പർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു നമ്പറാണ്. പക്ഷെ ഈ നമ്പറിൻ്റെ ഒരു വിശേഷതയും കൂടി ഇതിൻ്റെ അകത്ത് നല്ല റിസൾട്ട് കിട്ടുന്നതിന് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും. ഇനി 3 സമയങ്ങളിലായിട്ടാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റിങ് എഴുതുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 369 അതായത് നമ്മൾ മോർണിംഗും ആഫ്റ്റർനൂണും നൈറ്റും അഫർമേഷൻസുകൾ എഴുതുന്നുണ്ട്. ഇത് നോക്കൂ, നമ്മുടെ മൈൻഡ് നാച്ചുറലി ഒരു 3 വ്യത്യസ്ത അവസ്ഥകളിലായിരിക്കുന്ന സമയങ്ങളാണ് ഈ 3 ടൈമുകളും അല്ലേ. ഇപ്പോൾ രാവിലെ നമ്മളൊരു ഫ്രഷ് മൈൻഡ് ആയിരിക്കുമെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ കുറച്ചൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഒരു ഇച്ചിരി ബിസി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. രാത്രിയിൽ നേരെ തിരിച്ച് നമ്മളൊന്ന് കാമായി എല്ലാം ഒന്ന് സെറ്റിലായി സബ് കോൺഷ്യസ് മൈൻഡൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും. അപ്പോൾ ഈ 3 ടൈമിനെയും ജെന്റ്ലി യൂസ് ചെയ്യുകയാണ് 369 മെത്തേഡിലൂടെ. നമുക്കിത് എഴുതാനായിട്ട് ഒരു നോട്ട്ബുക്കും ഒരു പേപ്പറും മാത്രം, നോട്ട്ബുക്ക്, ഒരു പേപ്പർ, പിന്നെ ഒരു പേന, ഏത് പേന വേണമെങ്കിലും യൂസ് ചെയ്യാം. ബ്ലാക്ക് പെന്ന് സാധാരണയായിട്ട് ഒഴിവാക്കാറുണ്ട്. അതല്ലാതുള്ള ഏത് പേന വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരിടത്ത് ഇരിക്കുമല്ലോ, എഴുതാനായിട്ട് സ്വസ്ഥമായിട്ടൊരിടത്ത് ഇരിക്കുക. അവിടെ ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മൈൻഡിൽ എന്താണ് നിങ്ങൾക്ക് ശരിക്കും വേണ്ടത്, എന്താണ് ഞാൻ ആഗ്രഹം, ഏത് ആഗ്രഹമാണ് എനിക്ക് നടന്ന് കിട്ടേണ്ടത് എന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നമ്മുടെ ഉള്ളിൽ വേണം.
ഒന്നിൽ കൂടുതൽ വിഷുകൾ വന്ന് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഇതൊരു ക്ലാരിറ്റി വേണം എന്ന് പറയുന്നത്. കാരണം ആ ഒരു കൺഫ്യൂഷൻ വരുന്നത് നമ്മളുടെ റിസൾട്ട് ഡിലേ ആക്കും, താമസം ഉണ്ടാക്കാൻ കാരണമാകും. അപ്പം ആഗ്രഹം എന്താണെന്ന് ചൂസ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു അഫർമേഷൻ കൂടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കണം. ഈ ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ എന്നൊക്കെയാണ് അഫർമേഷനെ പറയുന്നത്. നമുക്ക് നമ്മുടെ ഒരു ശൈലിക്ക് ചേരുന്ന അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിമ്പിൾ അഫർമേഷൻ എടുക്കാം. ഇപ്പം നിങ്ങൾ ഹെൽത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് നന്ദി എന്നെഴുതാം. അല്ലെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, നന്ദി. ഇത്രയും മാത്രം മതിയാകും. ഇപ്പം ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ലഭിച്ചതിന് നന്ദി, ഇങ്ങനെ മതി. കാരണം അഫർമേഷൻസ് നമ്മളുടെ മനസ്സിനുണ്ടാക്കുന്നൊരു തൃപ്തി ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു അഫർമേഷൻ എഴുതുമ്പോൾ രാവിലെ നമുക്കൊരു 2 മിനിറ്റ് സ്വസ്ഥമാകാൻ കഴിയുന്ന ആ ഒരു സമയം, കൃത്യമായ സമയം എന്നില്ല, മോർണിംഗ് ടൈം നിങ്ങൾക്ക് പറ്റുന്നൊരു സമയം ചൂസ് ചെയ്യുക, ആഫ്റ്റർനൂണും നിങ്ങൾക്ക് പറ്റുന്നൊരു ടൈമും ചൂസ് ചെയ്യുക. അങ്ങനെ എടുത്താൽ മതി. പിന്നീട് രാത്രിയിലാകുമ്പോൾ നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ടൈമും. ഇനി പേപ്പർ അല്ലെങ്കിൽ നോട്ട്ബുക്ക്. ഇപ്പം നോട്ട്ബുക്കിൽ സ്ഥിരം മാനിഫെസ്റ്റേഷനൊക്കെ എഴുതുന്നവരാണെങ്കിൽ ആ സെയിം നോട്ട്ബുക്കിൽ തന്നെ എഴുതാം. ഏറ്റവും ടോപ്പിൽ ഇൻഫിനിറ്റി സിമ്പൽ നമുക്ക് ആദ്യം വരച്ചു ചേർക്കാം. ഒരു കണ്ടിന്യൂറ്റി എന്നും ഒരു കണ്ടിന്യൂസ് ഫ്ലോ എന്നും ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സിനെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഇൻഫിനിറ്റി സിമ്പൽ ഇട്ട് വയ്ക്കാം. അപ്പം അതിനുശേഷം മനസ്സിൽ ആദ്യം നമ്മളുടെ പുതിയ ദിവസത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇത് എഴുതി തുടങ്ങുന്നത്. സമാധാനത്തോടെ നമുക്ക് ആദ്യം ഇപ്പം മോർണിംഗ് ടൈമിൽ 3 തവണയാണ് എഴുതേണ്ടത്. അപ്പം ഇൻഫിനിറ്റിക്ക് താഴെ 3 3 3 333 എന്ന് എഴുതുക. അതിന് താഴെയായിട്ട് നിങ്ങളുടെ അഫർമേഷൻ 3 തവണ എഴുതുക. ആദ്യം 3 3 3 എന്ന് ഏറ്റവും ടോപ്പിൽ ഇൻഫിനിറ്റിക്ക് താഴെയായിട്ട് എഴുതിയിട്ട് 3 തവണ നമ്മളുടെ അഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ ആ 3 തവണ എഴുതുക. നന്ദി എന്ന് എഴുതി വേണം ഓരോ അഫർമേഷൻ്റെ ഒടുവിൽ നന്ദി, അതായത് ഇപ്പം ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വേണം എഴുതാൻ. ഇനി ഇത്രയും എഴുതിയിട്ട് ബുക്ക് ക്ലോസ് ചെയ്ത് കണ്ണടച്ച് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ രാവിലത്തെ പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതേണ്ടത് ഉച്ചയ്ക്കാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ വളരെ ബിസി ആയിട്ടിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഒരു ബ്രേക്ക് ടൈം കാണുമല്ലോ. ആ ഒരു ബ്രേക്ക് ടൈം നമുക്കിതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. ഒരിടത്ത് സ്വസ്ഥമായിട്ടൊരു പേപ്പറുമായിട്ടിരുന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നൊരു ഇടം സെലക്ട് ചെയ്യുക. സെയിം പ്രോസസ്സ് തന്നെ. അപ്പം 3 തവണ നിങ്ങൾ അഫർമേഷൻ എഴുതി നിർത്തിയതിന് തൊട്ട് താഴെയായിട്ട് 6 പ്രാവശ്യം 6 എന്ന് എഴുതുക. ഒരേ ലൈനിൽ 6 തവണ 6 6 6 6 6 അങ്ങനെ 6 പ്രാവശ്യം എഴുതുക. അതിന് താഴെയായിട്ട് 6 പ്രാവശ്യം നമ്മൾ ആ 3 തവണ എഴുതിയ അഫർമേഷൻ ഇല്ലേ, അതേ അഫർമേഷൻ തന്നെ 6 തവണ എഴുതുക. 6 പ്രാവശ്യവും അതേ അഫർമേഷൻ തന്നെ എഴുതി നിർത്തുക. ഇതാണ് ഉച്ചയ്ക്ക് നമ്മൾ എഴുതേണ്ടത്. ആഫ്റ്റർനൂൺ ടൈമിൽ ഇത്രയും 6 തവണ എഴുതുക. മനസ്സിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് ക്ലോസ് ചെയ്ത് വയ്ക്കാം. പേപ്പറാണെങ്കിൽ പേപ്പർ ക്ലോസ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം. നോട്ട്ബുക്ക് ആണെങ്കിൽ അങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ ഉച്ചയ്ക്ക് ചെയ്യാൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് രാത്രിയിലാണ്. അപ്പം രാത്രി എന്ന് പറയുന്നതാണ് ഈ ടെക്നിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടൈം. കാരണം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ടൈം. കാരണം ഇത് എഴുതിയതിന് ശേഷം നിങ്ങൾ പിന്നീട് ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഡിസ്റ്റർബൻസിലേക്കൊന്നും പോകരുത്. വളരെ കാമായിട്ട് അങ്ങനെ പോയി അങ്ങ് ഉറങ്ങുക. ഇത് എഴുതുമ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ട് ഇപ്പം എല്ലാ ജോലികളും തീർത്ത് ഫോൺ നോക്കണമെങ്കിൽ അതുമൊക്കെ നോക്കി തീർത്ത് അതിനുശേഷം ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് വേണം ഈ ഒരു കാര്യം എഴുതാൻ. അപ്പം നമ്മൾ നേരത്തെ 3 3 3 എന്ന് എഴുതിയ പോലെ അല്ലെങ്കിൽ 6 6 തുടങ്ങി 6 തവണ എഴുതിയ പോലെ നമ്മൾ 9 9 9 9 എന്ന ഒരു ലൈനിൽ 9 തവണ ഒന്ന് എഴുതുക. അതിന് താഴെയായിട്ട് നിങ്ങളുടെ ഈ 3 തവണയും 6 തവണയും എഴുതിയ സെയിം അഫർമേഷൻ തന്നെ 9 പ്രാവശ്യം എഴുതി വയ്ക്കുക. 9 തവണ ആ അതേ അഫർമേഷൻ അങ്ങനെ എഴുതുക.
എന്നിട്ട് ഏറ്റവും താഴെയായിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് കൂടെ എഴുതി നമുക്കത് അവസാനിപ്പിക്കാം. എന്നിട്ട് നമ്മൾ മനസ്സിൽ അതൊന്ന് അടച്ചു വെച്ചിട്ട് മനസ്സിൽ ഐ ട്രസ്റ്റ് ദ പ്രോസസ്, എല്ലാം ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് എന്നിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് യൂണിവേഴ്സിലേക്ക് ലെറ്റ് ഗോ ചെയ്യാം. ഇത്രയുമാണ് ഈ ഒരു മെത്തേഡ്. കാരണം നമ്മൾക്ക് ഇത്രയും എഴുതി ഇത് അവസാനിപ്പിക്കാം. നമുക്ക് വേണമെങ്കിൽ എഴുതിയ പേപ്പർ എടുത്ത് സൂക്ഷിച്ച് വെക്കാം. അതല്ല നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യുന്നതിൻ്റെ സിംബോളിക്കായിട്ട് ബേൺ ചെയ്ത് ഒരു ചെടിച്ചട്ടിയുടെ ചുവട്ടിൽ ആ ചാരം ഇടണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഏത് രീതിയാണെങ്കിലും ഓക്കെയാണ്. അപ്പോൾ ഇതാണ് 369 മെത്തേഡ്. ഞാനിത് ലാസ്റ്റായിട്ട് യൂസ് ചെയ്തത് 2025 ആ സമയത്ത് ഞാൻ എഴുതിയതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. കാരണം ഞാൻ ആ സമയത്ത് എൻ്റെ ചാനൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി 1-2 ദിവസത്തിൻ്റെ ആ ഒരു സമയത്താണ് എഴുതിയത്. ഇതാണ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്നറിയില്ല. എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയി, നന്ദി, ഇങ്ങനെയായിരുന്നു. ഈ ഒരൊറ്റ കുഞ്ഞ് വാക്കാണ് ഞാൻ എഴുതിയിരുന്നത്. അത് സെയിം അങ്ങനെ തന്നെ എഴുതി പോയി. 369 എഴുതി, ലാസ്റ്റ് താങ്ക് യു എഴുതി പോയി. അപ്പം ഞാനിത് എഴുതുന്നത് ജൂണിലാണ്, 6ാം മാസത്തിലാണ്. 11ാം മാസം, അതായത് നവംബറിൽ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി. യൂട്യൂബ് എന്താണെന്ന് പോലും അറിയാതിരുന്ന സമയത്തൊന്നും യൂട്യൂബ് തുടങ്ങി. ആ സമയത്ത് എഴുതി വെച്ചൊരു ആഗ്രഹമാണ്. 5 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കത് ആഗ്രഹം സാധിച്ചു കിട്ടി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഒരുപാട് സന്തോഷത്തോടെയും ഒരുപാട് ഗ്രേറ്റ്ഫുള്ളോട് കൂടിയുമാണ് ഞാൻ ആ ഒരു ബ്ലെസ്സിങ്ങിനെ കാണുന്നത്. അപ്പം ഇങ്ങനെ ഇത് കൂടാതെ ഇനിയും ഉണ്ട് കേട്ടോ. പക്ഷെ അതെൻ്റെ കൈവശമില്ല. കാരണം ഞാനും ഇതുപോലെ നമുക്ക് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞിട്ട് അത് ബേൺ ചെയ്ത് കളയുന്നൊരു ശീലമുണ്ട്. ഇത് ബുക്കിൽ ആയതിൻ്റെ പേരിലാണ് ഇത് ഇതിൽ തന്നെ കിടന്നുപോയത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാവുന്ന ഒരു മെത്തേഡാണിത്. നമ്മൾക്ക് ട്രൈ ചെയ്യാം. കൃത്യമായിട്ട് ഇങ്ങനെ 3 സമയത്ത് എഴുതണം എന്നേ ഉള്ളൂ. നമ്മളുടെ മനസ്സിലെ വിശ്വാസവും നമ്മളുടെ ഒരു ക്ലിയർ ഇൻറ്റൻഷനും നമ്മൾ അതിനോട് പുലർത്തുന്ന ഒരു കൺസിസ്റ്റൻസിയും ഒരു നീതി ഒക്കെയാണ് നമ്മളുടെ ആഗ്രഹം നേടിയെടുക്കാൻ നമ്മളെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ യൂണിവേഴ്സ് നമ്മളെ ഡയറക്റ്റ് ചെയ്തോളും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.